എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള സെക്കൻഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിച്ചു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയാവുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് ugcap.kannur.university.ac.in എന്ന ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് കാൻഡിഡേറ്റ് ലോഗിൻ എന്നുള്ള ഭാഗത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും അതുപോലെ തന്നെ വെരിഫിക്കേഷൻ കോഡും നൽകിക്കൊണ്ട് വിദ്യാർത്ഥികൾക്ക് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഏത് കോളേജിൽ ഏത് കോഴ്സിനാണ് അതുപോലെ എത്രാമത്തെ ഓപ്ഷനിലാണ് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ളത് എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസുകൾ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ അലോട്ട്മെൻറ്റിൽ ആദ്യമായിട്ടാണ് ഈ ഒരു അലോട്ട്മെൻറ്റ് ലഭിക്കുന്നതെങ്കിൽ വിദ്യാർത്ഥികൾ ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ അഡ്മിഷൻ ഫീസ് നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 990 രൂപയായിരിക്കും ജനറൽ കാറ്റഗറിക്ക്. അതുപോലെ തന്നെ SC/ST വിഭാഗക്കാർക്ക് 925 രൂപയുമാണ് ഫീസായിട്ട് വരിക. അപ്പോൾ ആദ്യമായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടതാണ്. അതിനുശേഷം വിദ്യാർത്ഥികൾ ഫീ പേയ്മെൻറ്റ് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് നിലവിലുള്ള ഓപ്ഷൻ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ് എങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഹയർ ഓപ്ഷൻസ് ക്യാൻസൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഹയർ ഓപ്ഷൻസ് നിങ്ങൾക്ക് ഈ ഒരു 27-ാം തീയതി വൈകുന്നേരം 5 മണി വരെ നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻസ് ക്യാൻസൽ ചെയ്ത് കൊടുക്കാനുള്ള അവസരമുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾ ഏത് ദിവസങ്ങളിലാണ് അഡ്മിഷൻ നേടേണ്ടത് എന്നുള്ളത് വിദ്യാർത്ഥികളുടെ അലോട്ട്മെൻറ്റ് മെമ്മോയിൽ രേഖപ്പെടുത്തിയിരിക്കും. അപ്പോൾ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ ഫീ പേയ്മെൻറ്റ് ചെയ്താലാണ് വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് മെമ്മോ ലഭ്യമാവുക. നിലവിൽ ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ആ ഒരു അലോട്ട്മെൻറ്റ് മെമ്മോ ലഭ്യമാവുന്നില്ല എങ്കിലും നാളെ മുതൽ ഈ ഒരു അലോട്ട്മെൻറ്റ് മെമ്മോ ലഭ്യമാവുന്നതാണ്. അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കുള്ള നിർദ്ദേശങ്ങൾ നിലവിൽ വന്നിട്ടില്ല. അത് വരുന്ന സമയത്ത് നിങ്ങളെ ആ ഒരു വിവരം എന്തൊക്കെയാണ് ആ ഒരു നിർദ്ദേശങ്ങൾ എന്നുള്ള കാര്യം നിങ്ങളെ അറിയിക്കുന്നതാണ്. കാരണം ഇനി വിദ്യാർത്ഥികൾ കോളേജിൽ അഡ്മിഷൻ നേടുക എന്നുള്ളതാണ്. അപ്പോൾ ടെമ്പററി അഡ്മിഷൻ ഉണ്ടോ അല്ലെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷൻ ഉണ്ടോ എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം വിദ്യാർത്ഥികൾ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.